ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വന്നിരിക്കുന്ന പ്രസ്റ്റീജിന്റെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇത് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്തു. ഇൻഡക്ഷൻ കുക്കർ ഡെഡ് ആണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് എന്താ കംപ്ലൈൻറ്റ് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിന്റെ ബോർഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഫ്യൂസ് കണ്ടില്ലേ? ഫ്യൂസ് ഇവിടെ കത്തി പൊട്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറെ എന്തൊക്കെയാണ്, ഇതിപ്പോൾ ഷോർട്ടിങ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഷോർട്ടിങ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഫ്യൂസ്, അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ IGBT ഷോർട്ടിങ് ആണ് അടുത്തത് വരാൻ ചാൻസ്. ഇതാണ് നമ്മുടെ IGBT. നമുക്ക് IGBT ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ IGBTയും ഫുൾ ഷോർട്ടിങ് ആണ്. IGBT ഷോർട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ ഫ്യൂസൊക്കെ ഇങ്ങനെ പോകാറുള്ളത്. IGBT ഇളക്കിയിട്ട് വേറെ എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് നോക്കണം. ആദ്യം നമുക്ക് IGBT ഇളക്കിയെടുക്കാം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തുക. അപ്പം മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ IGBT ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ IGBT. ഓക്കെ, നമ്മുടെ IGBT ഷോർട്ടിങ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ഫ്യൂസ് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കണം. കാര്യം വേറെ എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോന്ന്. നമുക്ക് ആദ്യം ഫ്യൂസ് ഇട്ട് നോക്കാം. ഇതൊരു 10 ആംപിയർ ഫ്യൂസ് ആണ്. ഇപ്പൊ ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് സോൾഡർ ചെയ്യാം. നമ്മൾ ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്ത് നമ്മുടെ വോൾട്ടേജ് ഒക്കെ ഒന്ന് നോക്കണം. ഞാൻ മീറ്റർ 1000-ലാണ് ഇട്ടേക്കുന്നത്, DC. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബസർ അടിച്ചിട്ടുണ്ട്. $314 ഓക്കെ ആണ്. ഓക്കെ, അത് നമ്മുടെ IGBTയുടെ പോയിന്റ് വരെ 314 വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാനലിലൂടെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് IGBT ഇടാം. ഫ്രണ്ട് പാനൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് പാനലെല്ലാം വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് IGBT ആണ്. അപ്പോൾ നമ്മൾ ഇനി IGBT മാറ്റിയിടാനാണ് പോകുന്നത്. ഇത് നമ്മുടെ 25 IGBT ആണ്.
ഇപ്പോൾ IGBT മാറ്റി ഇടുന്നതിന് മുമ്പ് ഈ 3 ട്രാൻസിസ്റ്ററുകൾ നമ്മൾ മാറും. അത് 80-50, 85-50. അതോടൊപ്പം തന്നെ അവിടെ അതിനടുത്ത് തന്നെയുള്ള സെനറുകൾ, ഒരു 4148 സെനറൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തേക്കണം. കാര്യം അതൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ IGBT ഇട്ട ഉടനെ തന്നെ നമുക്ക് കംപ്ലൈൻറ്റ് വരും. ഇവിടെ ഒരു സെനർ ഉണ്ട്, 4148. ഇത് ഓപ്പൺ ആണെങ്കിലോ ഷോർട്ട് ആണെങ്കിലോ നമ്മുടെ IGBT അന്നേരം പോവും. അതുപോലെ ഇവിടെ ഒരു 1K, ഓക്കെ, അതും ഓക്കെയാണ്. ഇനി ഇവിടെ ഒരു 10K, ഓക്കെ, ആ റെസിസ്റ്റൻസ് നമുക്ക് ഓക്കെയാണ്. 10K ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ 3 ട്രാൻസിസ്റ്ററുകൾ, അതായത് 80-50, 2 80-50, ഒരു 85-50, നമ്മൾ ഈ 3 ട്രാൻസിസ്റ്ററുകൾ മാറ്റിയിടാൻ പോവുകയാണ്. മാറ്റിയിട്ടിട്ട് നമുക്ക് IGBT ഇടാം. ഫസ്റ്റ് നമ്മുടെ 85-50, അടുത്തത് 80-50. നമ്മൾ ട്രാൻസിസ്റ്ററുകൾ ഇട്ടിട്ടുണ്ട്. സോൾഡർ ചെയ്യാം. അപ്പം നമ്മുടെ 3 ട്രാൻസിസ്റ്ററുകൾ നമ്മൾ മാറ്റിയിട്ടു. ഇനി നമുക്ക് IGBT ഇടാം. നമ്മൾ IGBT ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഹീറ്റ് സിങ്ക് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം IGBT സോൾഡർ ചെയ്യുക. ഈ ഹീറ്റ് സിങ്ക് ഫിക്സ് ചെയ്യാനായിട്ട് പ്രശ്നം വരും. അതുകൊണ്ട് ആദ്യം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ IGBT സോൾഡർ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് ഈ പേസ്റ്റ് കുറച്ച് നമുക്കിവിടെ അപ്ലൈ ചെയ്തേക്കാം. ഇനി നമുക്കതിനെ ഒന്ന് സ്ക്രൂ ചെയ്ത് വിടാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഹീറ്റ് സിങ്ക് നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് വിടണം. നല്ലപോലെ ചൂടാവും. അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ലപോലെ ടൈറ്റ് ചെയ്യുക. നമ്മൾ നല്ലപോലെ ടൈറ്റ് ആകുമ്പോൾ നമ്മുടെ ഈ ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഇതുപോലെ ഇവിടെ സ്പ്രെഡായിട്ട് വരും. അതുപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വിടുക. ഇപ്പം നമ്മുടെ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലെഗുകൾ സോൾഡർ ചെയ്ത് വിടാം. ഓക്കെ, ഇപ്പം
ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യണം, ഈ വോൾട്ടേജ് കറക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കപ്പാസിറ്റർ, ഈ 5 MFD വരുന്ന ഈ കപ്പാസിറ്റർ ഒന്ന് ഇളക്കി ചെക്ക് ചെയ്തേക്കണം. കാര്യം ഇത് നമ്മുടെ അടിയിൽ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കും. ആ കാരണം കൊണ്ട് നമ്മുടെ IGBT പോവാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇടുമ്പോൾ ഇത് അറിയത്തില്ല, ലോഡ് എടുത്ത് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ IGBT പോകുന്നത്. അതുകൊണ്ട് ഈ കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മൾ ചെക്ക് ചെയ്തേക്കുക. ഓക്കെ, നമ്മൾ ഇളക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് തിരിച്ച് സോൾഡർ ചെയ്തേക്കാം. അതൊന്നും ഇവിടെ ഇങ്ങനെ ക്രാക്ക് വീണൊക്കെ ഇരിക്കും, ഇതിന് നമുക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മളതും സോൾഡർ ചെയ്ത് വിട്ടിട്ടുണ്ട് തിരിച്ച്. ഇനി നമ്മുടെ ഈ എവിടെയെങ്കിലും നമുക്ക് ലൂസ് കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. എവിടെയെങ്കിലും ഡ്രൈ സോൾഡർ കാണുവാണെങ്കിൽ അതും നമ്മൾ സോൾഡർ ചെയ്ത് വിടണം. ഓക്കെ, ഈ ബോർഡിനകത്ത് കാണത്തക്ക ലൂസ് കണക്ഷനുകളൊന്നുമില്ല. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ചെയ്ത് വെള്ളം ചൂടാക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് നടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സീരിയലിലാണ് ഞാൻ ഓൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബൾബ് കത്തുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് കൊടുത്ത് വെള്ളം ഒന്ന് ചൂടാക്കി നോക്കാം. ഇൻഡക്ഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.